ഹായ് എവ്രിവൺ, വെൽക്കം ടു ഹയാസ് വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മീൻ പൊള്ളിച്ചതാണ്. വാഴൻ്റെ ഇലയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഈ രീതിയിൽ മീൻ പൊള്ളിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും മീൻ പൊള്ളിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കിടക്കാം. 4 അയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള അയലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ മിക്സർ റെഡിയാക്കണം ഫസ്റ്റ്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഇതിലേക്കുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മീനിലേക്കുള്ള മസാലയാണിത്. നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് മസാലാക്കി എടുക്കാം. നമുക്ക് ഓരോ അയിലെടുത്ത് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ എല്ലാ ഭാഗത്തും എത്തണം, നന്നായിട്ടൊന്ന് അതിൽ പിടിപ്പിക്കണം മീനിൽ. ഏകദേശം നമ്മൾ 1 കിലോ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള അയിലയാണ് അത്. നന്നായിട്ട് എല്ലാ ഭാഗത്തും മീനിൽ മസാല ആക്കി കൊടുത്ത് എല്ലാ മീനും നമുക്ക് ഇതേപോലെ മസാല ആക്കി എടുക്കാം. നമ്മൾ ബാക്കിയുള്ള മീനുകൾ കൂടി മസാല ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിലൊക്കെ ഈ ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ഈ മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കാനുള്ള ടൈമാണിത്. അപ്പോൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. 80% നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. നമ്മുടെ മീനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക്. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ടുള്ളത് സ്റ്റൗ. അപ്പോൾ ഏകദേശം നമ്മുടെ അയിലൊക്കെ നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കുക്ക് ചെയ്താൽ നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഭാഗം കൃത്യം ഒരു 18% നമ്മുടെ കുക്കായിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സവോള വലുത് 2 എണ്ണം, ചെറിയുള്ളി ഒരു 16 എണ്ണം, വെളുത്തുള്ളി ഒരു 10 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ ഈ സവോള ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വേറെ ഓയിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ സവോള ഇട്ട് നന്നായിട്ടൊന്ന് കുക്കാവണം. അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഏകദേശം ഒരു 16 ചെറിയുള്ളി കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് കുറച്ചുകൂടി കൂടും നമ്മുടെ ചെറിയുള്ളി ഇതിൽ ചേർക്കുമ്പോൾ. അപ്പോൾ ചെറിയുള്ളി ചേർക്കാൻ ആരും മറക്കരുത്. ചെറിയുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് നമ്മുടെ സവോളൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി 1 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഫസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവ ഇല്ലെങ്കിൽ ഉലുവപ്പൊടി ഇടാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി,
എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മുടെ മീൻ പൊള്ളിച്ചത് നല്ല ഉഗ്രനാവുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നല്ല ടേസ്റ്റിൽ നമ്മുടെ മസാല ഈ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ ടേസ്റ്റ് ഉഷാറായിട്ടുണ്ട്, നല്ല മസാല ആയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിൻ്റെ മസാലപ്പൊടികളുടെയൊക്കെ കുത്തെല്ലാം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. നന്നായി ഉപ്പിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല. അപ്പോൾ ഇത് വാഴയില നമുക്ക് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2 ടേബിൾ സ്പൂൺ മസാല വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ കൂടി മസാല മിക്സർ നമുക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം, എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും നമുക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒന്ന് കെട്ടിക്കൊടുക്കണം, എങ്കിൽ നമ്മുടെ ഇല നല്ല രീതിയിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 3 എണ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മീൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച മീൻ നമുക്കിതിലേക്കൊന്ന് വെച്ച് സെൻറ്റർ പോർഷനിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഏകദേശം ചെറിയ സൈസിലുള്ളൊരു ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, എങ്കിലും നമ്മുടെ കവർ ചെയ്യാൻ ഇത്ര അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല നമുക്ക് മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല എത്തിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം, കവർ ചെയ്തെടുക്കാം. 3 നമ്മൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വായില കൊണ്ട് പൊതിഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ തലയുടെ ഭാഗവും വാലിൻ്റെ ഭാഗവും ചെറുതായിട്ട് കീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് ചെറുതാക്കി മുറിച്ച് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കമ്പ് കൊണ്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നൂല് കൊണ്ട് ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിട്ട് നമ്മുടെ വാഴയിലേൻ്റെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ള മീൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് ഈ ഭാഗം നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് ഭാഗം ഒന്ന് മറിച്ച് നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് നമ്മളത്. അപ്പോൾ നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഒരു 8 മിനിറ്റാണ് നമ്മൾ ഈ രീതിയിൽ 2 ഭാഗവും പൊള്ളിച്ചെടുക്കുന്നത്. ഒന്ന് സപ്പോർട്ടോട് കൂടി നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമുക്കെല്ലാം 4 മീൻ പൊള്ളിച്ചത് നന്നായിട്ടൊന്ന് മറിച്ച് കൊടുക്കാം. നല്ല മണമൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും കുക്കായിട്ടുണ്ട്. 8 മിനിറ്റ് വീതം നമ്മൾ നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ പൊള്ളിച്ചെടുത്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന്. ഒന്ന് നമ്മുടെ ചെറിയ വള്ളികളൊക്കെ ആയിട്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഏകദേശം നമ്മുടെ മീൻ പൊള്ളിച്ചത് നല്ല ഉഗ്രനായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് ഈ രീതിയിൽ നമുക്ക് മീൻ പൊള്ളിക്കാൻ. നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ മീൻ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹയാസ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ ഹയാസ് വേൾഡ്.